നമസ്കാരം. അസമിൽ ഇനി ഒരേ മതക്കാർ തമ്മിൽ ഭൂമി വിൽക്കുവാനോ വാങ്ങുവാനോ കഴിയില്ല. ബി.ജെ.പി. ഭരിക്കുന്ന സംസ്ഥാനത്താണ് വിവാദവും വർഗീയപരമായ ഈ ഭൂമി കൈമാറ്റ നിയമങ്ങൾക്ക് അവിടുത്തെ വിവാദ മുഖ്യമന്ത്രിയായ ഹിമന്ത ബിശ്വ ശർമ്മ അംഗീകാരം നൽകിയത്. ഈ നിയമം അനുസരിച്ച് ഇനി വ്യത്യസ്ത മതവിഭാഗങ്ങൾക്കിടയിൽ നടക്കുന്ന ഭൂമി കൈമാറ്റത്തിന് ഗവൺമെന്റിന്റെ മുൻകൂർ അനുമതി വേണം. അതായത് ഇനി ഹിന്ദുക്കൾക്കോ മുസ്ലിങ്ങൾക്കോ ഭൂമി വാങ്ങുവാനോ വിൽക്കുവാനോ ഒരർത്ഥത്തിൽ നടക്കില്ല. സംസ്ഥാനത്ത് ലാൻഡ് ജിഹാദ് ഉണ്ടെന്നും അത് തടയുവാനും ഭൂമി കൈമാറ്റം സുതാര്യമാക്കാനും വേണ്ടിയാണ് ഈ നിയമം കൊണ്ടുവരുന്നതെന്ന് ഹിമന്ത ബിശ്വ ശർമ്മ അവകാശപ്പെട്ടു. ഈ നിയമം അനുസരിച്ച് ഇനി വ്യത്യസ്ത മതക്കാർ തമ്മിൽ ഭൂമി വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമുള്ള ശുപാർശ വന്നു കഴിഞ്ഞാൽ ഡെപ്യൂട്ടി കമ്മീഷണർ അക്കാര്യം റവന്യൂ വകുപ്പിനെ അറിയിക്കണം. റവന്യൂ വകുപ്പിലെ നോഡ ഓഫീസർ ഇത് സംബന്ധിച്ച അനുമതി ബന്ധപ്പെട്ട പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ചിൽ അയക്കും. അവർ പരിശോധിച്ച് അനുമതി നൽകിയെങ്കിൽ മാത്രമേ ഭൂമി ഇടപാടുകൾ നടക്കുകയുള്ളൂ. ന്യൂനപക്ഷങ്ങൾക്കെതിരെയും പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കെതിരെയും നിരന്തരം വിദ്വേഷം പറയുന്ന ഒരാളാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. മുൻ കോൺഗ്രസ് നേതാവ് കൂടിയായിരുന്ന അദ്ദേഹം ബി.ജെ.പിയിൽ അംഗത്വമെടുത്തതിനു ശേഷമാണ് നിരന്തരമായ വർഗീയ പ്രസ്താവനകൾ നടത്താറുള്ളത്. നമ്മുടെ ജുഡീഷ്യറിയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ അന്വേഷണ ഏജൻസികളും തള്ളിയ ലവ് ജിഹാദ് കള്ളക്കഥകൾ നിരന്തരം മുസ്ലിങ്ങൾക്കെതിരെ ആരോപിക്കുന്ന വ്യക്തിയാണ് ഈ ഹിമന്ത ബിശ്വ ശർമ്മ. അദ്ദേഹം ആ സംസ്ഥാനത്ത് നടപ്പാക്കുന്ന ഓരോ നിയമങ്ങളും മുസ്ലിങ്ങൾക്ക് എതിരാകുന്നതിൽ അദ്ദേഹം പ്രത്യേക ശ്രദ്ധ ചെലുത്താറുണ്ട്. ഇപ്പോൾ ഈ വ്യത്യസ്ത മതക്കാർ തമ്മിലുള്ള ഭൂമി ഇടപാട് കൈമാറ്റ നിയമം കൊണ്ടുവരുന്നത് ലാൻഡ് ജിഹാദ് എന്ന വെറും അടിസ്ഥാനരഹിതമായ കള്ളക്കഥയുടെ അടിസ്ഥാനത്തിലാണ്. തീവ്ര ഹിന്ദുത്വവാദികൾ മുസ്ലിങ്ങൾക്കെതിരെ നിരന്തരം അടിച്ചുവിടുന്ന കള്ളക്കഥകൾക്ക് അനുസൃതമായി നിയമം കൊണ്ടുവരുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ അസം. തീവ്ര വർഗീയവാദികളുടെ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ട് അവിടുത്തെ നിയമങ്ങൾ മാറ്റിമറിക്കുന്ന മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, ഇന്ത്യ എന്നത് ഒരു ജനാധിപത്യ മതേതരത്വ രാജ്യമാണ്. എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ട ഒരുപാട് മനുഷ്യരുടെ ചോരയിലൂടെ നേടിയതാണ് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം. താങ്കൾക്ക് ഈ വിഭാഗിക വർഗീയ നിയമങ്ങളിലൂടെ താൽക്കാലികമായി ജയം കൈവരിച്ചേക്കാം. പക്ഷേ ആ ജയം താൽക്കാലികം മാത്രമായിരിക്കും. ഓർക്കുക, നമ്മുടെ രാജ്യത്തിന് ഒരു അന്തസ്സുണ്ട്. അത് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നതാണ്. ദയവ് ചെയ്ത് താങ്കളെപ്പോലുള്ളവർ അത് കളഞ്ഞു കുളിക്കരുത്.